ഇരുമാപ്രമറ്റം MDCMS ഹൈസ്കൂളിലെ മെറിറ്റ് ഡേ ആഘോഷങ്ങൾക്ക് ലയൺസ് ക്ലബ്ബ് ഓഫ് അരുവിത്ര നേതൃത്വം നൽകി. ഇരുമാപ്രമറ്റം MDCMS ഹൈസ്കൂളിലെ മെറിറ്റ് ഡേ ആഘോഷവും സ്കോളർഷിപ്പ് വിതരണവും അവാർഡ് ദാനവും ലയൺസ് ക്ലബ്ബ് ഓഫ് അരുവിത്രയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് സാമുവൽ KJയുടെ അധ്യക്ഷതയിൽ കോർപ്പറേറ്റ് മാനേജർ ശ്രീമതി ജെസി ജോസഫ് നിർവഹിച്ചു. വാർഡ് മെമ്പർ ശ്രീമതി ഡെൻസി ബിജു മുഖ്യപ്രഭാഷണവും ലയൺസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം വിഷയാവതരണവും നടത്തി. അരുവിത്ര ലയൺസ് ക്ലബ്ബ് മെമ്പറും ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ മാത്സ് വിഭാഗം HODയുമായ പ്രൊഫസർ റോയി തോമസ് കടപ്ലാക്കൽ അവാർഡ് ദാനവും സ്കോളർഷിപ്പ് വിതരണവും നിർവഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനീഷ് കല്ലറക്കൽ, ലയൺസ് മെമ്പർമാരായ മനോജ് T. ബെഞ്ചമിൻ, ജോസഫ് ചാക്കോ, സ്കൂൾ HM ഇൻചാർജ് സൂസൻ V. ജോർജ്, MPTA പ്രസിഡന്റ് ഷീബ സാജു, റെബേക്ക MA തുടങ്ങിയവർ പ്രസംഗിച്ചു. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളും സമ്മാനങ്ങളും ലയൺസ് ക്ലബ്ബ് ഓഫ് അരുവിത്രയാണ് സ്പോൺസർ ചെയ്തത്. കൺകളടച്ച് കൈകൾ കൂപ്പി നിന്നിൽ തുടങ്ങുന്നു ഞങ്ങൾ, സർവം ശുഭമായി തീർത്തി. ഈ മലമുകളിൽ ശോഭിച്ചു നിൽക്കുന്നത് നിങ്ങളെപ്പോലുള്ള അനേക കുഞ്ഞുങ്ങൾ ഇന്ന് ഉയർന്ന സ്ഥാനങ്ങളിൽ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയതിനു ശേഷം ആയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് MDCMS ഹൈസ്കൂളിന്റെ ഈ മെറിറ്റ് ഡേ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നത് ഇന്നത്തെ ഈ മെറിറ്റ് ഡേയിൽ നമ്മുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സാമുവൽ KJ സാറാണ്. സ്കൂളിന്റെ രക്ഷകർത്തൃ സമ്മേളന അധ്യക്ഷനും സ്കൂളിനെ ഏറെ സ്നേഹിക്കുകയും സ്കൂളിന് വേണ്ടി ഏറെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സാമുവൽ സർ അണിയറയിലും അടുക്കളയിലും ഒരുപോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് തന്റെ ആരോഗ്യപരമായ കഴിവുകളെ നമുക്ക് വേണ്ടി സ്കൂളിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടും ശക്തവും സജീവവുമായ നേതൃത്വം നൽകുന്നതായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ സാമുവൽ KJ സാറിനെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം അർപ്പിക്കുന്നത് ഇന്നത്തെ മെറിറ്റ് ഡേയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീമതി ജെസി ജോസഫ് മാമാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ADPI വളരെ ദീർഘകാലം സേവനം ചെയ്തതിനു ശേഷവും തന്റെ റിട്ടയർമെന്റ് കാലം അല്പകാലം റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുള്ള സമയം എന്ന് സർക്കാർ സർവീസിൽ പ്രവേശിച്ചോ അതിനപ്പുറമായിട്ടുള്ള സമയം മാറ്റിവെച്ചുകൊണ്ട് പകലും രാത്രിയും ഭേദമില്ലാതെ സമൂഹത്തിന്റെയും സ്ഥാപനത്തിന്റെയും ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് അർപ്പണബോധത്തിന്റെയും കർമ്മനിരതയുടെയും പര്യായമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ മെറിറ്റ് ഡേ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ കൂടിയായ ജെസി ജോസഫ് മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ മെറിറ്റ് ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമ്മുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് മേലിയ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി ഡെൻസി ബിജു മാമാണ്. മാമൻ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നന്നായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാമിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ മെറിറ്റ് ഡേയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട പ്രൊഫസർ റോയ് തോമസ് കടപ്ലാക്കൽ സാറാണ്.
സാറിനെ പറ്റി നമുക്കേവർക്കും അറിയാവുന്നതുപോലെ തന്നെ ലോകമെമ്പാടും ബ്രില്യൻ്റ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു പെരുമ കേൾക്കുവാനായിട്ടൊരു മുഖാന്തരമായത് ലോകത്തിന്റെ കണക്കുകളെ തെറ്റിച്ചുകൊണ്ട് ബ്രില്യൻ്റ് എന്ന സ്ഥാപനം ഉയർന്നു വന്നതിന് പിന്നിൽ ഗണിതശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ പ്രൊഫസർ റോയ് തോമസ് സാർ കടുപ്ലാക്കൽ സാറിന്റെ ഒരു പങ്ക് ഉണ്ട് എന്നത് നമുക്ക് മറക്കാനാവില്ല. അദ്ദേഹത്തിന്റെ തെറ്റാത്ത കണക്കുകൂട്ടലാണ് ഈ ബ്രില്യൻ്റ് എന്ന സ്ഥാപനം ഇന്ന് ലോകമെമ്പാടും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കരിയർ എന്ന ഭൂലോകത്തിന്റെ സ്പന്ദനമായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രൊഫസർ റോയ് തോമസ് കടപ്ലാക്കൽ സാർ, അദ്ദേഹത്തിന്റെ ഡിവൈൻ പ്രസൻസ് ഞങ്ങൾക്ക് ഏവർക്കും എപ്പോഴും സഹായമായി ഒരു കയ്യെത്തും ദൂരത്ത് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രൊഫസർ റോയ് തോമസ് സാർ. ഭാഗവാക്കാക്കുവാൻ ആകുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യം പഠിക്കുകയാണെന്നാണ്. ആ പഠനത്തിൽ നിങ്ങൾ ഉന്നത വിജയം കൈക്കൊണ്ടപ്പോൾ നിങ്ങളെ ഞങ്ങൾ ആദരിക്കുവാനും സമാധാനങ്ങൾ തന്ന് സന്തോഷിപ്പിക്കുവാനും നിങ്ങളോടൊപ്പം അനുഭവം പറയുവാനും എന്നെ സർവശക്തൻ ഈ നിലയിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ സമൂഹത്തിൽ ഒരു നല്ല സമൂഹം കെട്ടിപ്പടുത്തി സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങളായി ഭാവിയുടെ വാഗ്ദാനങ്ങളായി വളർന്ന് നിങ്ങളുടെ ചിന്തയിലായിരിക്കുന്ന പദവിയിൽ എത്തിച്ചേരുവാൻ സർവശക്തൻ ഇടപെടുത്തത്തെ അതിനേക്കാളുപരി ഞങ്ങൾ ഈ MDCOസിൻ്റെ ഈ മനോഹരമായ ഈ ചിന്തയിൽ നിങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് നൽകിയ ആ 100% വിജയം നിങ്ങളുടെ നല്ല ലക്ഷ്യത്തിലേക്ക് സർവശക്തൻ നയിക്കട്ടെ. ഇന്ന് MDCMSന്റെ മെറിറ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അധ്യാപകരുടെ നെട്ടോട്ടം ഓടുകയായിരുന്നു. എങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ജയിപ്പിക്കും, എങ്ങനെ 100% എത്തിക്കും, ഫുൾ A+ എങ്ങനെ കുട്ടികൾക്ക് കരഗതമാക്കും എന്നൊക്കെയുള്ള വല്ലാത്ത ഒരു വെപ്രാളത്തിലായിരുന്നു അധ്യാപകർ. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോഴും ഇവിടെ വരുമ്പോഴുമൊക്കെ ആ ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ കുട്ടികൾ ഏറ്റവും നന്നായി പഠിച്ചു, അധ്യാപകർ ഏറ്റവും നന്നായി അവരെ പഠിപ്പിച്ചു. അവരെ സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലെ ഓരോ സമയവും അവർക്ക് വേണ്ടി അവർ സമയം ചെലവാക്കി. അതുകൊണ്ട് ദൈവവും അനുഗ്രഹിച്ചു. 100% റിസൾട്ട് ഉണ്ടായി. ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം ഫുൾ A+ ലഭിക്കാതെ വരുന്ന സാരമില്ല. നല്ല മധുരമായ വിജയമാണ് നിങ്ങളുടെ സ്കൂളിനായിട്ട് നൽകിയത്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വിജയികളായ എല്ലാ കുഞ്ഞുങ്ങളെയും ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഇതുപോലെ വിജയമുള്ളവരായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കുട്ടികൾക്കില്ലെങ്കിലും നല്ലൊരു വിജയം തന്നെയാണ് നമ്മുടെ MDCM സ്കൂളിന് കിട്ടിയിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ
നിങ്ങൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിരുചിക്കനുസരിച്ചുള്ള നിങ്ങളുടെ ജീവിതമാർഗം എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇപ്പോഴത്തെ കാലമൊക്കെ എന്ന് പറഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ പഠനം നിങ്ങളുടെ ജീവിത ലക്ഷ്യം മാത്രം നിങ്ങളുടെ ഒരു ലഹരിയാക്കി നിങ്ങൾ മാറ്റണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ സൂസൻ ടീച്ചർ എന്നിവിടെ പ്രസംഗിച്ചപ്പം സ്വന്തം മക്കളെക്കാൾ ഉപരി എന്ന പോലെയാണ് നിങ്ങളുടെ ഒരു കരുത്തും കൈത്താങ്ങുമായിട്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് പ്രവർത്തിക്കുന്നതെന്നതിന് യാതൊരു സംശയവുമില്ല. കുട്ടികളൊക്കെ ഞാനിവിടെ പലപ്പോഴും കാണാറുണ്ട്, അവർ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഒത്തിരി സന്ധ്യയായിട്ടാണ് അവർ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അവർ എന്തുമാത്രം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനും വേണ്ടി അവർ പരിശ്രമിക്കുന്നുള്ളത് മാത്രം ഓർത്താൽ മതി. നിങ്ങൾക്ക് നല്ല കുട്ടികളും നല്ലൊരു മനുഷ്യത്വമുള്ളവരായും പഠിച്ച് നല്ല മുൻനിരയിലേക്ക് പോകാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ വർഷം നിങ്ങളൊരു കുറച്ചുകൂടി മാറ്റം ഉണ്ടാക്കണം. ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെല്ലാ വിഷയങ്ങൾക്കും A+ മേടിച്ച് ഒരു പുതിയ ചരിത്രം MDCMS ഹൈസ്കൂളിന് ഈ വർഷം തിരുത്തി കൊടുക്കണം. കാരണം ഈ പ്ലാറ്റിനം ജൂബിലി വർഷമായിരുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ ഈ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ എല്ലാ വിഷയങ്ങൾക്കും A+ മേടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്കൂളിൽ ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾക്കും പൂർവ്വ അധ്യാപകർക്കും നാട്ടുകാർക്കുമെല്ലാം അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർക്കും എല്ലാം നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കും അത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും കോളേജുകളിലും ഓരോ പ്രോഗ്രാമുകളുമായി ഓരോ ദിവസവും കടന്നു ചെല്ലുന്നതാണ്. അതിൽ ഏറ്റവും അധികം കുട്ടികളെ ചേർത്ത് നിർത്തുന്ന ഒരു വിദ്യാലയമാണ് MDCMS ഹൈസ്കൂൾ എന്ന് ഞാൻ പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ സൂസൻ ടീച്ചറിന്റെ സ്വാഗത പ്രസംഗത്തിലൂടെ അതിവിടെ തെളിഞ്ഞു. ടീച്ചറിന്റെ ഇവിടെ നിന്ന് കരഞ്ഞത് നമ്മളെല്ലാവരും കണ്ടു. കാരണം ഒരമ്മ മക്കളെ എങ്ങനെ നോക്കുന്നോ ആ രീതിയിലാണ് ഇവിടുത്തെ അധ്യാപകർ ഇവിടുത്തെ വിദ്യാർത്ഥികളെ അല്ലെ ഇവിടുത്തെ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും കരുതലോടെ നോക്കുന്ന അല്ലെ ഇത്രയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്കൂളിനെ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടുകയില്ല. നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഞങ്ങളൊക്കെ ഇവിടെ പഠിച്ചതാണ്, ഞങ്ങൾക്കൊന്നും അത്രയും ഭാഗ്യം കിട്ടിയിട്ടില്ലായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഈ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഭാഗ്യം ചെയ്ത കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധിച്ചോ അതേ അവാർഡ് തന്നെ 50 വർഷത്തിന് ശേഷം അതേ സ്കൂളിൽ അതേ സ്റ്റേജിൽ വെച്ച് കൊടുക്കുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു അസുലഭ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കിയത് നിങ്ങളുടെ കഠിനാധ്വാനമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റാങ്ക് ജേതാക്കളെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ നിലയിലെത്താൻ ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനം നിങ്ങളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. അതുപോലെ തന്നെ സൂസൻ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള സ്വന്തം മക്കളെ പോലെ നിങ്ങളെ കരുതുന്ന സൂസൻ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ടീച്ചേഴ്സും തീർച്ചയായിട്ടും PTA-യും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത് ഈ ഒരു സദസ്സിൽ വെച്ച് എല്ലാവരെയും ഹൃദ്യമായി അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. 1-2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഇപ്പം എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-2 മെസ്സേജുകൾ നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമ്മൾക്ക് എനിക്കും നിങ്ങൾക്ക് ചില സന്ദേശങ്ങൾ തരുവാൻ സാധിക്കും. ഉപദേശങ്ങളിലും ഉപദേശമാരിലും ഇന്നത്തെ കുട്ടികൾക്ക് ആർക്കും വിശ്വാസമില്ലാത്ത ഒരു കാലമാണ്. അപ്പം ഇതൊരു മെസ്സേജ് ആയിട്ട് മാത്രം സ്വീകരിച്ചാൽ മതി. വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾക്ക് 3 കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കണം. ഒന്ന്, അത് നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചൊരു നമ്മുടെ വീക്ഷണം അതെപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പ്രിയ കുട്ടികളെ നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഉപകരിക്കണം. ഒരു കാര്യത്തെക്കുറിച്ച് പലർക്കും പല രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ബൈബിളിലെ ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോയപ്പോൾ, ഗോലിയാത്ത് ഒരു വളരെ ഭീമാകാരനായ മനുഷ്യനായിരുന്നു. ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ പോയപ്പോൾ മറ്റുള്ള മനുഷ്യർ പറഞ്ഞു, ഹീസ് ടു ബിഗ് ടു ഹിറ്റ്. ഇവന് ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്നതിലും വളരെ വലുതാണ് ഗോലിയാത്ത് എന്ന് മറ്റുള്ള മനുഷ്യർ പറഞ്ഞു. പക്ഷെ ദാവീദിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? സൈന്യങ്ങളുടെ കർത്താവായ ദൈവം എൻ്റെ കൂടെയുണ്ട്.
ഞാൻ എൻ്റെ കവടിയിൽ ഒരു കല്ലെടുത്ത് വെച്ച് അവൻ്റെ നെറ്റിത്തടത്തിന് നേരെ തൊടുത്തു വിട്ടെങ്കിൽ അത് അവൻ്റെ നെറ്റിത്തടത്തിന് കൃത്യം നടുക്ക് കൊള്ളാൻ മാത്രം വിശാലമാണ് അവൻ്റെ നെറ്റി. അപ്പൊ ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ് ഹീസ് ടു ബിഗ് ടു മിസ് എന്നായിരുന്നു. അപ്പം ബാക്കിയുള്ളവർ പറഞ്ഞു ഹീസ് ടു ബിഗ് ടു ഹിറ്റ് എന്നാണ്. ഇപ്പം ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ് ഹീസ് ടു ബിഗ് ടു മിസ് എന്നായിരുന്നു. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള സ്കൂളുകളിലെ ഇതേപോലുള്ള ടീച്ചേഴ്സിൻ്റെ കീഴിൽ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്, തീർച്ചയായിട്ടും ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ നിങ്ങളുടെ പേരൻസ്, നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. സാമുവൽ ജീൻ 8 A+ഉം 2 A ഗ്രേഡുമായിട്ട് 3 കുഞ്ഞുങ്ങളും ഒരുപോലെ ഓർസയിലേക്ക് കടന്നു വന്നിരിക്കുന്ന 3 പേരെ ഈ സമയത്ത് എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. സാമുവൽ ജീൻ, ബബന്റെ പേരിന്റെ പുറകിലുണ്ട്, മുമ്പോട്ട് കടന്നു വരാവുന്നതാണ്, ഞങ്ങളോടൊപ്പം ചേരാം. അതുപോലെ എബിൻ ജെയിംസ്, 3 കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ സ്നേഹം ഈ സമയത്ത് അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട സിബി സാറ് രാവിലെ വന്നപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ 9ലേക്ക് കയറിയിരിക്കുന്ന കുട്ടികൾക്കും അതിന് ക്ലാസ്സിലെ ഏറ്റവും ടോപ്പർ ആയിരിക്കുന്ന കുട്ടികൾക്കുള്ള അവാർഡും കൂടെ ഈ സമയം വിതരണം ചെയ്യുകയാണ്. 8ാം ക്ലാസ്സിൽ നിന്ന് ടോപ്പ് സ്കോറിലായിട്ട് 2 പേര് ഒരുപോലെ കടന്നു വന്നിരിക്കുന്നു. ജോഷ്വ സാജു ആൻഡ് അനുമ സണ്ണി. ജോഷ്വ സാജു ആൻഡ് അനുമ സണ്ണി 2 പേരും മുൻപോട്ട് വന്ന് ലയൺസ് ക്ലബ് ഓഫ് അരുവിത്തുറ നൽകുന്ന ഉപഹാരം സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ ടോപ്പ് സ്കോററായിരിക്കുന്ന അനീഷ് അനീഷ് എന്ന നമ്മൾ സ്കോളർഷിപ്പ് വിജയി കൂടിയായിരിക്കുന്ന അനീഷിനെ ലയൺസ് ക്ലബിന്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇതുകൂടാതെ തന്നെ 10ാം ക്ലാസ്സിലെ ഉന്നത വിജയം നേടിയ 3 കുട്ടികൾക്ക് ലയൺസ് ക്ലബ്ബ് ഓരോ ഭാഗ്യം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് സ്വീകരിക്കുന്നതിനായിട്ട് സാമുവൽ ജീൻ, എബിൻ ജെയിംസ് ആൻഡ് ബബിനാർ 3 പേരും മുൻപോട്ട് കടന്നു വരിക. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടതായ എല്ലാ കൈത്താങ്ങലുകളും നൽകുന്ന ലയൺസ് ക്ലബിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയെ ഈ സമയത്ത് അറിയിച്ചു കൊണ്ടിട്ട് ബബിനാർ, സാമുവൽ ജീൻ ആൻഡ് എബിൻ ജെയിംസ്. അവ സമ്മാനങ്ങളെ സ്വീകരിച്ചവര് എല്ലാവരും മുൻപോട്ട് കടന്നു വന്ന് ഒരു ഫോട്ടോയ്ക്കായിട്ട് നിൽക്കേണ്ടതാണ്. ബബന്റെ ഫാദറെ വന്നിട്ടുണ്ട്, മുൻപോട്ട് കടന്നു വരാം. ജോൺ അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു ലയൺസ് ക്ലബ് മെമ്പേഴ്സ്. തോമസ് സാറിന് NDSCM സ്കൂളിന്റെ ആദരം ഏറെ സ്നേഹത്തോടുകൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ചാലിച്ച സ്നേഹം സാറിന് ഈ സമയം ഞങ്ങൾ പകരിക്കാണ്. എല്ലാവിധ ആശംസകളും നന്ദിയും കടപ്പാടുകളും ഒക്കെയും അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ കുട്ടികൾക്കുള്ള റിബക്ക ടീച്ചറിൻ്റെ പഴയ ഓർമ്മകളും ഞങ്ങളോട് ക്ലാസ്സിനിടയ്ക്ക് പറയും. അത് ഏറ്റവും മധുരമാണ്. ടീച്ചർ പഠിപ്പിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഞങ്ങളുടെ പുതിയ ഭാഷാ സ്റ്റൈലിലൊക്കെ, ഞങ്ങളുടെ പുതിയ കുട്ടികളുടെ ഭാഷാ സ്റ്റൈലിലൊക്കെ ഇടയ്ക്ക് ടീച്ചർ പറയും. അതുപോലെ തന്നെ സൂസൻ ടീച്ചർ, തെറ്റായി പറയുന്നില്ലെങ്കിൽ ടീച്ചറിൻ്റെ ബയോളജി ക്ലാസ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കലിൽ നിന്ന് 99% അനുഭവം പറയുകയാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ മനോഹരമായിരുന്നു. ബയോളജിയൊക്കെ എന്തോ പൊന്നു പോലെ പഠിച്ചു പോയതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ +1 കയറിയപ്പോഴാണ് അത്രയും വളരെ ടഫായിട്ട് തോന്നിയത്. അതുവരെ ഈ 10ാം ക്ലാസ്സിൽ പഠിച്ച എന്ത് വിഷയമാണേലും ഒരു പാഠമായിട്ടോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അത്രയും വളരെ മനോഹരമായ ടീച്ചർമാരെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഹിന്ദി പീരീഡ് ഏറ്റവും കൂടുതൽ സമയവും മോട്ടിവേഷനാണ്.
അങ്ങനെ ടീച്ചറിനെ വിളിക്കുന്നത് തന്നെ അത് ഞങ്ങൾ അങ്ങനെയാണ് തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ ഉഴപ്പൊക്കെ ആയതുകൊണ്ട് ടീച്ചർ എല്ലാ മാസവും പകുതി ക്ലാസ്സിലും ടീച്ചറിൻ്റെ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ചെറിയ വിഷയമേ പഠിപ്പിക്കുന്നുള്ളൂ. കാരണം പകുതി മോട്ടിവേഷനായിട്ടാണ് ടീച്ചറിൻ്റെ ക്ലാസ് പോകുന്നത്. ലാസ്റ്റ് എക്സ്ട്രാ ക്ലാസ്സൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ടീച്ചറെ ഒപ്പിച്ചെടുത്തത്. അതിനാൽ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുകയാണ്. ടീച്ചർ ആദ്യം വേറൊരു ഞങ്ങൾക്ക് അനു ടീച്ചറായിരുന്നു. അപ്പോൾ അനു ടീച്ചർ മാറിക്കഴിഞ്ഞ് ഈ ടീച്ചർ വരുമ്പോൾ എങ്ങനെയാണ് വലിയ പ്രശ്നമാവുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിട്ടൊരു പനിയും കിട്ടി. ഈ വേദിയെ ഏറ്റവും കൂടുതൽ ധന്യമാക്കി തീർത്തത് ഇവിടെ എത്തിയ വിശിഷ്ട അതിഥികൾ തന്നെയാണ്. നമ്മൾ രുചികരമായ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും അത് കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കും ഇതാരാണ് ഇത് ഉണ്ടാക്കിയത്, ഇതിനകത്ത് ചേരുവകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനം കൂടിയായിരുന്നു. തികച്ചും ഈ ദിനത്തെ ധന്യമാക്കി തീർത്തത് ഇവിടെ എത്തിയ വിശിഷ്ട അതിഥികൾ തന്നെയാണ്. അവർക്ക് നന്ദിയുടെ വാക്കുകൾ അർപ്പിക്കാൻ ഏറെ സന്തോഷത്തോടെ ഞാൻ ഈ സമയം വിനിയോഗിക്കട്ടെ. ഈ യോഗത്തിന് ഇന്ന് അധ്യക്ഷപദം അലങ്കരിച്ച ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ PTA പ്രസിഡന്റ് സാമുൽ സാറാണ്. അദ്ദേഹം കഴിഞ്ഞ PTA അംഗം കൂടിയായിരുന്നു. ആ അവസരത്തിൽ പോലും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും കായികപരമായിട്ടും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് നേതൃത്വം നൽകിയ സാമുൽ സാറാണ്. അതുപോലെ തന്നെ കുട്ടികളെ ചേർക്കാനായിട്ടും പല സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് അറിവ് നൽകി തന്നു. ഒരുപാട് കുട്ടികളെ അഡ്മിഷന് സമയത്തൊക്കെ നമ്മളെ സഹായിച്ചു. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളും താങ്ങും തണലുമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സാമുൽ സാറിന് ഈ സമയത്ത് ഏറ്റവും സന്തോഷത്തോടെ, ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. കൂട്ടുകെട്ടിൽ പിറന്നതിൽ ലോകത്തിലേക്ക് ഏറ്റവും മികച്ച ബുക്കുകളാണ് എങ്കിൽ അവരുടെ പരിമിതികൾക്കപ്പുറമായിട്ട് ആ വിദ്യാർത്ഥി പരിശ്രമിച്ചുവെങ്കിൽ അതിന് കൂടെ നിൽക്കാനായിട്ട് സ്നേഹസമ്പന്നയായ ഒരു അധ്യാപക ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്തെ കീഴടക്കിയ ഏറ്റവും പ്രശസ്തമായ എൻ്റെ ജീവിതകാലവും ഈ ലോകത്തിൽ ഞാൻ ജീവിച്ചിരുന്നെന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ട് എഴുതിയ പുസ്തകങ്ങളും മോട്ടിവേഷൻ ബുക്കുകളും ഒക്കെ പുറപ്പെട്ട ഹെലൻ കെല്ലറുടെയും കഥകൾ നിങ്ങൾ പഠിക്കണം, കേൾക്കണം. പ്രിയ കുഞ്ഞുങ്ങളെ, അതിനേക്കാളും എത്രമാത്രം കഴിവും എത്രമാത്രം ശക്തിയും ഓജസ്സുമുള്ള നിങ്ങൾക്ക് ഈ പ്രിയ സ്നേഹമുള്ള ഈ അധ്യാപകരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ലോകത്തെ കീഴടക്കാൻ മാത്രം ശക്തിയും ഓജസ്സുമുണ്ട് എന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിന്റെ മുകളിലൂടെ പറന്നു നടക്കാൻ കഴിയുമെന്ന് 100% ഉറപ്പാണ്. നിങ്ങളത് മനസ്സിലാക്കണം. പ്രിയ റോയ് സാർ ഇപ്പോൾ പറഞ്ഞു, ഓരോ മോട്ടിവേഷൻ ക്ലാസ്സുകളും ഓരോ ക്ലാസ്സുകളും നിങ്ങൾ കേൾക്കണം. കേൾക്കുമ്പോൾ അത് മനസ്സിലേക്ക് പതിയണം. സിബി സാർ പറഞ്ഞു, ഇവിടുത്തെ അധ്യാപകർ പറഞ്ഞു തരുന്നു, പ്രിയപ്പെട്ട ജൻസി മാഡം പറഞ്ഞു, എല്ലാവരും പറയുന്നത് നിങ്ങളുടെ മോട്ടിവേഷനുകളാണ്. നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് ഓരോ നിമിഷവും.